സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രത്യേകതയാണ് ചൂഷണം. മനുഷ്യൻ സസ്തനികളിൽ ഏറ്റവും ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ് പ്രൈമേറ്റുകൾ. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ മസീനി. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാപ്പിരി. ജീവൻ്റെ ഉദ്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ. 1889 രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം പാരീസ്. അഖിലസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് റഷ്യ. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യം ആൽഗകൾ. മനുഷ്യൻ്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത്? സമുദ്ര മലിനീകരണം. 1922 കിഴക്കൻ അയർലൻഡിൻ്റെ 26 പ്രവിശ്യകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റാണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. സുനാമി എന്ന ജപ്പാനീസ് പദത്തിൻ്റെ അർത്ഥം തുറമുഖ തിരമാലകൾ. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയുടെ കിരാത രൂപമാണ് നാസിസം. നാസി പാർട്ടി എന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. സമുദ്രത്തിൻ്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാവുന്നത്? ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്താണ്. ഇനി തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം ഉന്നതി എന്ന് പറയുന്നു. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ബെർലിൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. വൻകര വിസ്ഥാപന സിദ്ധാന്തം ഏതാശയത്തിൻ്റെതാണ്? ആൽഫ്രഡ് വേഗ്നർ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേരാണ് പാൻജിയ. പാൻജിയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തിൻ്റെ പേരാണ് പന്തലാസ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തവ ഏത് എന്നാണ് ചോദിച്ചത്. പെട്ടത് യൂഗോസ്ലോവിയ, ഹംഗറി, ബൾഗേറിയയും പെടാത്തത് മംഗോളിയയുമാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടുന്നതാണ് യൂഗോസ്ലോവിയ 1, ഹംഗറി 2, ബൾഗേറിയ 3. ഏത് സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? അത് യാൾട്ട സമ്മേളനമാണ്. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘമാണ് ജനകീയ വിമോചന സേന. ചൈന ജനകീയ റിപ്പബ്ലിക്കാവുന്ന വർഷം 1949. അടുത്തത്, ഊതി വീർപ്പിച്ചൊരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇത് ഏത് വാതക നിയമത്തിൽപ്പെടുന്നവയാണ്? ചാൾസ് നിയമത്തിൻ്റെ അകത്ത് പെട്ടവയാണ്. ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണ്? 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് എന്നാണ്. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റാണ് പാർസെക്ക്. ബ്രൗൺ എനർജി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആണവ നിലയം. വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് പച്ചിരുമ്പ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ക്ലോറൈഡ്. ഇനി 74035R എന്നത് ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ഈ ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? 18. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. അടുത്ത, സിറോഫ്താൽമിയ ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്നതാണ്? അത് വൈറ്റമിൻ എ ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായിട്ട് പറയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. ഇനി ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ഒരു സസ്യ ഹോർമോണാണ് ഗിബ്ബറെലിൻ. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? കുരുമുളക്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് ഫംഗസ് ആണ്. തലച്ചോറിനെയും സുഷ്മനെയും ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. മാനിഹോട്ട് യൂട്ടിലിസ്മ എന്ന് പറയുന്നത് എന്താണ്? മരച്ചീനി. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നതാണ് ഏപ്രിൽ 7. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചാണ് എഡ്വേർഡ് ജെന്നർ.